CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള തൃത്താല ഏരിയ സമ്മേളനം 29-30 തിരുമിറ്റങ്കോട് നടക്കുമെന്ന് സംഘടനാ സമിതി ഭാരവാഹികൾ കൂറ്റനാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 29 വെള്ളിയാഴ്ച രാവിലെ 9:30 പ്രതിനിധി സമ്മേളനം ഇരുമ്പകശ്ശേരി അമാന കൺവെൻഷൻ സെന്ററിൽ VM ബാലൻ മാസ്റ്റർ നഗറിൽ ആരംഭിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം MP രാജേഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P മമ്മിക്കുട്ടി, MLA VK ചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളുമടക്കം 150 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 30 ശനിയാഴ്ച വൈകിട്ട് 4:30 തൃത്താല ഏരിയയിലെ എല്ലാ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമായി 1000 റെഡ് വളണ്ടിയർമാരുടെ മാർച്ചും തിരുമിറ്റങ്കോട് ലോക്കൽ കേന്ദ്രീകരിച്ചുള്ള ബഹുജന റാലിയും ആറങ്ങോട്ടുകര സെന്ററിൽ നിന്നും ആരംഭിക്കും. ഇരുമ്പകശ്ശേരി AUP സ്കൂൾ ഗ്രൗണ്ടിൽ M ചന്ദ്രൻ നഗറിൽ വെച്ച് ചേരുന്ന പൊതുസമ്മേളനം MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയുമായുള്ള ജാഥ 28 വൈകിട്ട് 4 മണിക്ക് ഞാങ്ങാട്രി P അയ്യപ്പന്റെ രക്തസാക്ഷി കുടീരത്തിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. ഏരിയ കമ്മിറ്റി അംഗം KP ശ്രീനിവാസൻ ക്യാപ്റ്റനായുള്ള പതാക ജാഥയിൽ 200 അത്ലറ്റുകൾ പങ്കെടുക്കും. പതാക ജാഥ പൊതുസമ്മേളന നഗരിയിൽ എത്തുമ്പോൾ തിരുമിറ്റങ്കോട് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിര കളി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. സമ്മേളനം വിജയിപ്പിക്കാനുള്ള ആവേശകരമായ പ്രവർത്തനങ്ങളാണ് സംഘടനാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, സംഘടനാ സമിതി ചെയർമാൻ K ജനാർദ്ദനൻ, കൺവീനർ P നാരായണൻകുട്ടി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK പ്രദീപ്, KP ശ്രീനിവാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാർച്ചും തിരുമിറ്റങ്കോട് ലോക്കൽ കമ്മിറ്റി കേന്ദ്രീകരിച്ചിട്ടുള്ള പൊതുപ്രകടനം അതാണ് അന്ന് വൈകുന്നേരം നടക്കുന്നത്. അത് ഇരുമ്പകശ്ശേരിയിലുള്ള സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് പൊതുസമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. സമ്മേളനത്തിൻ്റെ അനുബന്ധ പരിപാടികളെന്ന നിലയിൽ ഒരു പരിപാടി കഴിഞ്ഞുപോയി. ഈ നവംബർ മാസം 17-ാം തീയതി വെള്ളടിക്കുന്ന് രാജപ്രശ്നം പൊളിച്ചെടുത്തിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ, അദ്ദേഹം മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെ അധികരിച്ച് ആ മാധ്യമ സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ടായി. പാർട്ടിയെ സംബന്ധിച്ച് ഏറെ ശ്രദ്ധേയായ ഒരു സെമിനാറായിരുന്നു അത്. പങ്കാളിത്തം കൊണ്ടും ഈ വിഷയത്തിൻ്റെ ഗാംഭീര്യം കൊണ്ടുമൊക്കെ നല്ല നിലയിൽ ആ മാധ്യമ സെമിനാർ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു അനുബന്ധ പരിപാടി കൂടി നിശ്ചയിച്ചത് സമ്മേളനത്തിൻ്റെ തലേദിവസം 28-ാം തീയതി ഞാങ്ങാട്ടിൽ സഖാവ് അയ്യപ്പൻ്റെ രക്തസാക്ഷി കുടീരത്തിൽ നിന്ന് സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥയായി സമ്മേളന നഗരിയിലേക്ക് കൊണ്ടുപോയി. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ മെമ്പർ, സെൻട്രൽ മെമ്പറായി പ്രവർത്തിക്കുന്ന KP ശ്രീനിവാസനാണ് ജാഥയുടെ ക്യാപ്റ്റൻ. ഏരിയയിൽ നിന്നാകെയുള്ള 100 അത്ലറ്റുകൾ 6 കേന്ദ്രങ്ങളിലായി നിന്നും റിലേയായും ഇത് സമ്മേളന നഗരിയിൽ എത്തി. സഖാവ് ഉമ്മിക്കുട്ടിക്കാണ് പതാക ജാഥ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 28-ാം തീയതി 4 മണിക്ക്. മറ്റൊരു അനുബന്ധ പരിപാടി കൂടി നടത്താൻ നിശ്ചയിച്ചത് തിരുമിറ്റങ്കോട് ലോക്കലിലുള്ള ബ്രാഞ്ചുകളിലെല്ലാം വളരെ വിപുലമായ കുടുംബ സദസ്സുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് എല്ലാം പൂർത്തിയായി. പാർട്ടിയുടെ ലോക്കൽ ഏരിയ നേതാക്കന്മാർ, മന്ത്രി MP രാജേഷ് ഇവരൊക്കെ ആ പരിപാടിയിൽ സന്നിഹിതരാകുകയും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കുടുംബ സദസ്സിൽ വെച്ച് അവിടെയുള്ള റിട്ടയർ ചെയ്ത പട്ടാളക്കാർ, തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികൾ, 100 ദിവസം പൂർത്തിയാക്കിയവർ, ഹരിത കർമ്മസേനാംഗങ്ങൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ ഇങ്ങനെ തുടങ്ങി സമൂഹത്തിലെ നാനാ തുറയിൽപ്പെട്ട ആളുകളെ അവിടെ വെച്ച് പ്രത്യേകമായി ആദരിക്കുന്ന ഈ പരിപാടി കൂടി സംഘടിപ്പിച്ചു. ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്താൻ സുഹൃത്തുക്കളെ, പരിപാടികളുടെ വിശദാംശങ്ങൾ സെക്രട്ടറിയുടെ സൂചിപ്പിച്ചതിനാണ്. അനുബന്ധമായ കുടുംബസംഗമങ്ങൾ വളരെ നല്ല നിലയിൽ തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനകീയ ജനാധിപത്യ പരിപാടിയാണ് പാർട്ടിക്കുള്ളതെങ്കിലും അത് ബഹുജനങ്ങളെ ആകെ അണിനിരത്തുന്ന ഒരു ബഹുജന പ്രസ്ഥാനമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ രാഷ്ട്രീയ നിലപാടുള്ള ആളുകളെ അടക്കം ആ കുടുംബ സദസ്സുകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടും
സംവാദത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ടുമൊക്കെയാണ് ആ പരിപാടി ആകർഷകമാക്കിയത്. ഈ സമ്മേളനം രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് കൂടിയാണ്. ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് കേരള ഘടകം കൂടി എടുത്തു പോകുന്നത്. അപ്പോൾ അത് ആ അടിസ്ഥാനത്തിൽ വിപുലമായ ജനകീയ അടിത്തറ ഉണ്ടാകണം. നമ്മെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് വർഗീയ ശക്തികളുടെ ചില വളർച്ച എന്നുള്ള നിലയ്ക്ക് കാണുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കെതിരായി മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനാകണം. ഒപ്പം നിലവിലുണ്ടായിരുന്ന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കുക, നിലവിലുള്ള പുരോഗമനാശയങ്ങൾ, ഇവിടെ ഉണ്ടായിരുന്ന വളർച്ചയുടെ അടിത്തറയ്ക്ക് പാകിയിട്ടുള്ള പലരുടെയും ഉണ്ട്. അവരുടെയൊക്കെ സ്മരണകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നവകേരള സൃഷ്ടി എന്നുള്ള സങ്കല്പത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമാണ് പാർട്ടിക്കുള്ളത്. ആ പ്രവർത്തനം തന്നെ മുന്നോട്ട് നിൽക്കുകയാണ്. കേരളത്തിലെ ഗവൺമെൻറ് അനുകൂലമായിട്ട് നിലപാടുകൾ എടുത്തിട്ടുണ്ട്. സാമ്പത്തികമായി കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള തടസ്സങ്ങളും വാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ള ജനകീയ കൂട്ടായ്മ ഒരുക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത്. പാർട്ടിയും ആ നിലപാടുകൾ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനവാദിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് കരുത്തേകുന്ന ആശയ ദൃഢതയും നേതൃത്വപാഠവുമുള്ള പുതിയ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കുന്ന ഈ സമ്മേളനം വിജയിപ്പിക്കാൻ പത്രപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സമ്മേളനത്തിലേക്ക് എല്ലാ പത്രപ്രതിനിധികളെയും സ്വാഗതം ചെയ്യുന്നു.